ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹവന്ദനമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളതാണ്. കർത്താവാകിയ യേശു ക്രിസ്തുവിൻ മുഖാന്തരമായിട്ട് വീണ്ടും ഞാൻ സ്നേഹവന്ദനത്തെ അർപ്പിക്കുന്നത്. ഈ ദിവസത്തിൽ നിങ്ങളോട് വേദവചനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലെ 10 കന്യകമാരെക്കുറിച്ച് യേശു ക്രിസ്തു ഒരു ഓപമ പറയാം. ആ ഓപമയിൽ നാം കാണുമ്പോൾ 10 കന്യകമാർ, 10 കന്യകമാരെ നോക്കുമ്പോൾ അതേ ആ അധ്യായത്തിലെ ആ 10 കന്യകമാരുടെ കരങ്ങളിലും വിളക്കുണ്ട്. അതിലെ 5 പേര് ബുദ്ധിയുള്ളവർ എണ്ണ കൊണ്ടുവന്നു. എണ്ണ തീർന്നു പോകാതെ ഇരിക്കണമെന്ന് അവർ അതിലെ എണ്ണ അധികമായിട്ട് കൊണ്ടുവന്നു. മീതമുള്ള 5 സ്ത്രീകളുടെ കരങ്ങളിൽ അതേ 5 കന്യകമാരുടെ കരങ്ങളിൽ ആ എണ്ണ തീർന്നു പോയി. അവർ എന്നെ ചിന്തിച്ചു, തൻ്റെ മണവാളൻ വരുമെന്ന് താമസിക്കും എന്നുള്ള ഒരു ചിന്തയോട് കൂടി ഉറങ്ങിപ്പോയി. അവർ വിളിക്കുന്നില്ല. അവർ അത് ആയത്തമായിട്ടല്ല. ആയത്തമാകാതെ സംഭവത്താൽ എന്നെ സംഭവിക്കുന്നത് ആ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ 25-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പഠിക്കുമ്പോൾ, അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. അതിൻ്റെ 8-ാമത്തെ വചനം, എന്നാൽ ബുദ്ധിയില്ലാത്തവരോട് നിങ്ങളുടെ വിളക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ നിങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉത്തരമായിട്ട് എന്നെ പറയാം. ബുദ്ധിയുള്ള കന്യകമാർ ഉത്തരമായിട്ട് പറയുന്നത് 9-ാമത്തെ അധ്യായം, ബുദ്ധിയുള്ളവർ നിങ്ങൾക്കും പോരാ എന്നോ വർദ്ധിപ്പാൻ നിങ്ങൾ വിളിക്കുന്നവരോടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ. അതേ ഷാപ്പിൽ പോയി പർച്ചേസ് ചെയ്തു കൊള്ളുവിൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവരെന്നെ ചെയ്തു? അവർ വാങ്ങുന്ന സമയമായിട്ട് പോയപ്പോൾ മണവാളൻ വന്നിട്ട് എല്ലാവരും ബുദ്ധിയുള്ള സ്ത്രീകൾ എല്ലാവരും പോയി. അപ്പോൾ ഇതിലിരുന്ന് നാം ചിന്തിക്കുന്ന ഒരു കാര്യം, ആ 5 ബുദ്ധിയുള്ള സ്ത്രീകൾ കരങ്ങളിൽ വെച്ച് ഇരുന്ന ആ എണ്ണ പരിശുദ്ധ ആത്മാവെ കുറിക്കുന്നത്. അത് ഒരു അടയാളമായിട്ട് കുറിക്കുന്നത്. പരിശുദ്ധ ആത്മാ നമ്മളെ ഏത് പാതയിൽ, ഏത് വാതിലിൽ കൊണ്ടുപോകാം. യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി ആയത്തമാക്കുന്ന ഒരു വഴിയിൽ അല്ലെങ്കിൽ ഒരു വാതിലെ കൊണ്ടുപോകാം. ആ പരിശുദ്ധ ആത്മാ ഇല്ലാതെ ജീവിതം മരിച്ച ഒരു ജീവിതമായിട്ട് ഇരിക്കുന്നത്. ശരീരപ്രകാരമായിട്ട് നാം ജീവിച്ചാലും ആത്മീക പ്രകാരമായിട്ട് നാം മരിച്ചവരെ പോലെ ജീവിക്കാം. അതേ ഈ ദിവസത്തിലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്നവെങ്കിൽ, പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി അല്ലാതെ 5 സ്ത്രീകൾമാർ അവസാനത്തിലെ വാങ്ങുന്ന സമയത്തിൽ മണവാളൻ വിളിച്ച് അവരെ കൊണ്ടുപോയി. അപ്പോൾ അതുപോലെ പരിശുദ്ധ ആത്മാവിൻ്റെ എണ്ണ എന്നുള്ള ഒരു കാര്യത്തെ വചനം കുറിക്കുന്ന സമയത്തിൽ ഇതേ സംഭവത്തെ നാം പഴയ നിയമത്തിൻ്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ 1 ശമൂവേൽ 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലെ ശമൂവേൽ പ്രവാചകൻ ദാവീദെ അഭിഷേകം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് നാം പഠിക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിൽ നോക്കുമ്പോൾ അത് ഞാൻ വായിക്കാം. 1 ശമൂവേൽ 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അതിലെ 16-ാമത്തെ അധ്യായത്തിലെ കർത്താവ് ശമൂവേൽ പ്രവാചകരോട് സംസാരിക്കുന്നത്, നീ ഒരുത്തരെ അഭിഷേകം ചെയ്യണം. അതിൻ്റെ വാക്കായിട്ട് ശമൂവേൽ പ്രവാചകർ എന്നെ ചെയ്യാം, നല്ല ശൗലിൻ്റെ അടുത്ത പ്രകാരമായിട്ട് രാജ്യഭാരം എടുത്ത് നടത്തുന്ന നല്ല ഒരു മനുഷ്യരെ നോക്കിയിട്ട് ദൈവം കാണിച്ചു തരുന്ന മനുഷ്യനെ ഞാൻ അഭിഷേകം ചെയ്യാമെന്ന് ശമൂവേൽ പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ
അതിൻ്റെ 11-ാമത്തെ വചനത്തെ ഞാൻ വായിക്കാം. നിൻ്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്നു ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവൻ ഉണ്ടോ? അവൻ ആടുകളെ മേയ്ക്കുന്നു എന്നു പറഞ്ഞു. ശമൂവേൽ ഈശായിയോട് ആളയച്ചു അവനെ വർദ്ധിക്കുക, അവൻ വന്നിട്ടില്ലാതെ നാം പണി തീർക്കുകയില്ല എന്നു പറഞ്ഞു. 12-ാമത്തെ വചനത്തെ വായിക്കുമ്പോൾ, ഉടനെ അവൻ അലയിച്ചു അവനെ വരുത്തി. എന്നാൽ അവൻ പാവിഴിനിറമുള്ളവനും സുന്ദരനായും കോമല രൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തൻ്റെ ആകുന്ന എന്നു കൽപ്പിച്ചു. ഈ വചനത്തെ വായിക്കുമ്പോൾ ദാവീദ് വളരെ സൗന്ദര്യമായിട്ട് ഒരു മനുഷ്യനായിട്ടിരുന്നു. വചനത്തിൻ്റെ പ്രകാരമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ. കണ്ണുകളെല്ലാം നല്ല ഒരു സൗന്ദര്യം രൂപമുള്ള ഒരു ഫേസ് ആയിട്ടിരുന്നു ദാവീദിക്ക്. ശമൂവേൽ തീർക്കദർശി ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പറയുന്ന മനുഷ്യൻ ഇവനെ എഴുന്നേറ്റ് അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞ സമയത്തിൽ ശമൂവേൽ തീർക്കദർശി എഴുന്നേറ്റ് തൻ്റെ എണ്ണയെ കൊണ്ട് അവനെ ദാവീദെ അഭിഷേകം ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിൽ നോക്കുമ്പോൾ അഭിഷേകം എന്നുള്ള ഒരു കാര്യം ദൈവം വിളിച്ച് വേർപിരിക്കുന്നതും അതുമാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നത് ഏത് കുറിക്കാം. ഇത് ഒരു എണ്ണയെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നാം കാണുന്ന എണ്ണയെ പോലല്ല, അത് കാണാതെ വളരെ ഒരു അനുഗ്രഹവിധമായിട്ടുള്ള ഒരു കാര്യം. അതുമാത്രമല്ല സഖര്യാവിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നമ്മുടെ ശക്തിയാലുമല്ല നമ്മുടെ ബലത്താലുമല്ല പരിശുദ്ധ ആത്മാവിനാൽ എല്ലാം സാധ്യമാകും. അതേ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി അല്ലാതെ നാം അനേക കാര്യങ്ങൾ ചെയ്താലും അത് ഭയങ്കര പ്രവൃത്തികളെ നടത്തുന്നില്ല. കാരണം പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ കൊണ്ട് ചെയ്യുന്ന ഓരോരോ കാര്യം മാത്രമേ ഭയങ്കര അത്ഭുതകരമായിട്ട് പിന്നാட்களிലെ അനേകർ പറയുന്ന വിധത്തിലെ പോയി മാറും. ഇപ്പോൾ പൗലോസ് ചെയ്ത ദൈവവേലയെ പോലോ അല്ല അപ്പോസ്തലരായിട്ടുള്ള പൗൽ ചെയ്തത് പോലവോ ഇവர்களை போல ദൈവവേലയെ ചെയ്തിട്ട് ഈ ദിവസം വരെയിലും ഇവர்களை കുറിച്ച് നാം ബൈബിളിലെ പഠിച്ചു കൊണ്ടിരിക്കാം. അതിൻ്റെ കാരണം അവർകളല്ല, അവർക്കുൾ ഇരുന്ന അവர்களுടെ ജീവിതത്തിൽ ഇരുന്ന ആ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ശക്തി ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവവേലയായിട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അത് പിൻപായിട്ടുള്ള ജനറേഷൻസും പിൻപായിട്ടുള്ള വരുന്ന സന്തതികളും അത് പറയുന്ന വിധത്തിൽ ദൈവം ഭയങ്കരമായിട്ട് വഴി നടത്താം. പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി അതൊരു സാധാരണമായിട്ടല്ല, ഏതോ നാം കടയിൽ പോയി വാങ്ങുന്ന ഒരു കാര്യം പോലല്ല, ഐറ്റം പോലല്ല. അത് ഭയങ്കര ഒരു ശക്തിയാണ്. ഈ ലോകം കൊടുക്കുന്നല്ലാതെ ഭയങ്കര ഗിഫ്റ്റായിട്ട് ഇരിക്കുന്ന ആ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി. അതിற்கு വേണ്ടി നാം ഭയങ്കര പ്രവൃത്തികളെ എടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലെ താഴ്ത്തി നാം ദൈവത്തെ കേൾക്കണം. ദൈവമേ, എന്നെയും പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ കൊണ്ട് നിറയ്ക്കുക, എന്നെയും ഉപയോഗിക്കുക. ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ഞാൻ മാറാൻ വേണ്ടി ആഗ്രഹിക്കാം, എന്നെയും മാറ്റിത്തരാം എന്ന് നാം വളരെ ആഗ്രഹത്തോട് മനസ്സിൻ്റെ ഇഷ്ടത്തോട് കേൾക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മൾ നിറയ്ക്കാം. അതുമാത്രമല്ല പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി എത്ര ഭയങ്കര ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയമെന്ന് യോഹന്നാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ കാണാം, ജലത്തിനാലും ആത്മാവിനാലും നാം ജനിച്ചു കളഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം. ജലത്തിനാൽ നാം സ്ഥാനപ്പെട്ട് എടുക്കുന്ന ആ കാര്യം അത് എല്ലാവരും ചെയ്യാം, അതിൻ്റെ മാറ്റങ്ങളൊന്നുമല്ല. പക്ഷേ പരിശുദ്ധ ആത്മാവിൻ്റെ
ശക്തിയെ കൊണ്ട് നാം ജനിച്ച് കളഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറും, നമ്മളുടെ ജീവിതം മാറും. ആ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം ആ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ കൊണ്ട് നമ്മളെ സ്വർഗരാജ്യത്തേക്ക് വഴി നടത്താം. അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നാം ഓവറോളായിട്ട് നോക്കുമ്പോൾ പരിശുദ്ധ ആത്മാ അല്ലാതെ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്ത്യനായിട്ടുള്ള ജീവിതത്തെ ജീവിക്കാമെന്ന് പറയാം, വെറും വാക്കുകൾ മാത്രമേ. പരിശുദ്ധ ആത്മാ ഇല്ലാതെ നാം ജീവിക്കുമ്പോൾ അത് ശബ്ദമല്ലാതെ ഒരു താളത്തെ പോലെ ഇരിക്കുന്നത്, ശബ്ദമല്ലാതെ മുഴക്കത്തെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ സ്നേഹം, ദൈവത്തോടുള്ള ഒരു സ്നേഹം, മനുഷ്യരോടുള്ള ഒരു സ്നേഹം, അത് ഒരു ശബ്ദത്തോടുള്ള ഒരു മുഴക്കമായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ ആത്മാ അല്ലാതെ ഒരു ജീവിതം ശബ്ദമില്ലാതെ ഒരു മുഴക്കം പോലെ ഇരിക്കുന്നത്. നാം ട്രംപറ്റ് എടുത്ത് വായിക്കാം, ആ ട്രംപറ്റിലെ ശബ്ദമല്ലാതെ ഇരുന്നാൽ അത് പ്രയോജനമായിട്ട് ഇരിക്കുകയില്ല, പ്രയോജനമല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഉണർവിതമായിട്ടുള്ള ഒരു ജീവിതം വേണമെങ്കിൽ, ഉണർവിൻ്റെ ജീവിതമായിട്ട് വേണമെങ്കിൽ പരിശുദ്ധ ആത്മാ നമുക്ക് തീർച്ചയായിട്ട് വേണം. പരിശുദ്ധ ആത്മാ അല്ലാതെ ദൈവവേല അല്ല. ദൈവവേല അല്ലാതെ നമ്മുടെ ക്രിസ്ത്യാനായിട്ടുള്ള ജീവിതം വളരെ വീണായിട്ട് മാറും. അപ്പോൾ ഈ ദിവസത്തിൽ നാം ഒരു തീരുമാനമെടുക്കാം. പരിശുദ്ധ ആത്മാവിൻ്റെ അനുഗ്രഹത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നാം அதற்கு എത്ര പ്രയാസങ്ങൾ എടുത്താലും അത് സാരമില്ല. കാരണം ഈ ലോകത്തിലെ ഇരിക്കുന്ന കാര്യത്തെ നാം കേൾക്കുന്നില്ല, ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആ ഗിഫ്റ്റ് നാം കേൾക്കാം. ആ ഗിഫ്റ്റ് സ്വർഗത്തിലിരുന്ന് വരുന്നതാൽ ഈ ലോകത്തിലെ ഇരിക്കുന്ന മനുഷ്യർ പരിശുദ്ധ ആത്മാവെക്കുറിച്ച് അറിവല്ല. നമുക്ക് ആ അറിവ് ഉണ്ട്, നമുക്ക് വേദപുസ്തകമുണ്ട്. പക്ഷേ നാം പരിശുദ്ധ ആത്മാവിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചു കൊണ്ട് ആ സ്വർഗത്തിലിരുന്ന് ആ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ നാം റിസീവ് ചെയ്തുകൊണ്ട് നാം ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് മാറണം. അപ്പോൾ മറ്റുള്ളവർ ഈ വെളിച്ചത്തെ നോക്കുമ്പോൾ നമ്മളെ പിന്തുടരാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമ മഹത്വത്തിനായിട്ട് നാം കേൾക്കുമ്പോൾ തീർച്ചയായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമ്മെ നിറയ്ക്കാം. ഈ തിരുവചന ഭാഗം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.